പക്ഷെ സിദ്ദിഖ് സംസാരിച്ചത് മാത്രം കുറച്ച് സമയം കേട്ടു. വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. അതേ രീതിയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അതങ്ങനെ ആയിരിക്കും ഇല്ലായിരിക്കും അങ്ങനെ പറയാൻ പാടില്ല. നീ എന്നെ തള്ളി പറയാണല്ലേ? കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഈ സ്ത്രീകളുടെ കാര്യങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു സമയം. ഷിഫിനി പണി പാളിയല്ലേ? സ്ത്രീകൾ ഈ പറയുന്ന ആരോപണങ്ങൾ സിനിമയിലുള്ള പുരുഷന്മാരെയാണെന്ന് ഓർക്കും. സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള പുരുഷന്മാർക്കാണ് ഇത് അപമാനമായിട്ട് വരുന്നത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നമ്മളെ കുറിച്ച് പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ഇടയ്ക്കാണ് ഇവർ ഇത്രയും വർഷം ജോലി ചെയ്യുന്നത് ധരിക്കുന്നത്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരു അന്യഭാഷ എന്നുള്ളൊരു നടി പറയുക എന്നൊക്കെ പറയുമ്പം അവര് എന്തായിരിക്കും അവരുടെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? എന്റെ ഒരു നടി എന്നുള്ള നിലക്കുള്ള നിലപാടാണ്. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എനിക്കൊന്നും ആയില്ല, എനിക്കെല്ലാമായി തൃപ്തിയായി. അമ്മ സംഘടന, ഞാനൊരു അമ്മയിലെ ആയുഷ്കാല മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അമ്മ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് എടുക്കേണ്ടത്. എന്നെ തേച്ചതാണല്ലേ? പുറത്തു വന്ന് 5-ാം ദിവസം അമ്മ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അരമണിക്കൂറിലധികം നീണ്ട സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ സർവത്ര ഉരുണ്ടുകളി. ശീലായിപ്പോയി, മാറ്റിക്കോളാം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എല്ലാവരും പറയുന്നു പരാതിയുള്ള സ്ത്രീകൾ ഈ സമയത്ത് രംഗത്ത് വരിക. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ആ സ്ത്രീകളുടെ എല്ലാ ഒപ്പം ഞാൻ എന്നും ഉണ്ടാവും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സിദ്ദിഖിന് കൂടെയുണ്ടായിരുന്ന ജയൻ ചേർത്തല ഇന്ന് ജഗദീഷിനൊപ്പം നിന്നായിരുന്നു നിലപാട് സ്വീകരിച്ചത്. തെളിവുകളോടുകൂടി ഒരാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ ഒരു സെക്കൻഡ് പോലും നമ്മൾ അനുകൂലിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.